പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് കൈതാരം മേരി ഇമ്മാക്കുലേറ്റ് ദേവാലയത്തിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പ്രോഗ്രാമുകളും ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ടതായ കലാപരിപാടികളുടെയും ഹ്രസ്വചിത്രത്തിലേക്ക് സ്വാഗതം. അടുത്തത് ക്ലാസ് 6 ലീഡേഴ്സ് മാതാവിനെ കൊണ്ട് വരിക, അതിന്റെ വിശദീകരണങ്ങൾ കൊടുക്കുക. അടുത്തതായിട്ട് 7ാം ക്ലാസ്സിലെ ലീഡേഴ്സ് മാതാവിനുമായിട്ട് കടന്നു വരിക. അടുത്തതായിട്ട് 8ാം ക്ലാസ്സിലെ കുട്ടികൾ ലീഡേഴ്സ് മാതാവുമായിട്ട് കടന്നു വരിക. എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ പരിചയപ്പെടുത്തുന്ന മാതാവിന്റെ പേര് കർമ്മല മാതാവെന്നാണ്. കർമ്മലീതാ സഭയുടെ സംരക്ഷക എന്ന നിലയിൽ വാഴ്ത്തപ്പെട്ട കന്യകാമറിയത്തിന് നൽകിയ വിശേഷനാമമാണ് അവർ നേടിയ മൗണ്ട് കാർമൽ അഥവാ കർമ്മല മാതാവ്. ആദ്യമേ തന്നെ എല്ലാവർക്കും പരിശുദ്ധ മാതാവിന്റെ ജന്മത്തിനാണ് മംഗളാശംസകൾ നേരുന്നു. 1917 പോർച്ചുഗലിലെ ഫാത്തിമ എന്ന സ്ഥലത്താണ് പരിശുദ്ധ മറിയം, ലൂസിയ ഫ്രാൻസിസ്കോ, ജസിന്ത എന്നീ 3 ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് അപ്പസ്തോലന്മാരുടെ കാലം മുതൽക്ക് നിലനിൽക്കുന്ന ഒരു മരിയൻ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അവർ ലേഡി ഓഫ് റോസാംസ്റ്റിക്ക. 1947 പിയറീന ഗില്ലി എന്ന നഴ്സിന് നെഞ്ചിൽ 3 വാളുകളുമായാണ് ഈ മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. നിത്യസഹായ മാതാവ്. നിത്യസഹായ മാതാവിൻ്റെ പ്രതിമകൾ അത്ര പ്രചാരത്തിലില്ലെങ്കിലും നിത്യസഹായ മാതാവിൻ്റെ ചിത്രങ്ങൾ മിക്കവാറും പള്ളികളിലും അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിലും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും നിത്യസഹായ മാതാവിൻ്റെ നൊവേനകളിൽ പങ്കെടുത്തിട്ടുണ്ടാകും. നിത്യസഹായ മാതാവ് പ്രാർത്ഥിക്കാം നിങ്ങൾക്കായി എന്ന് തുടങ്ങിയ ഒരു നൊവേന. നിത്യസഹായ മാതാവിൻ്റെ ചിത്രം സൂക്ഷിക്കപ്പെട്ടിരുന്നത് റോമിലെ ഒരു ദേവാലയത്തിലാണ്. എന്നാൽ അവിടെയല്ല നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ആദ്യമായി വണക്കപ്പെട്ടിരുന്നത്. വ്യാകുല മാതാവ്. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പിറ്റേ ദിവസം ദൈവമാതാവിന്റെ 7 വ്യാകുലതകളുടെ തിരുനാൾ കൊണ്ടാടുന്നു. 1714 വിപ്രവാസത്തിൽ നിന്നും സ്വതന്ത്രനായപ്പോൾ 7ാം പിയൂസ് മാർപ്പാപ്പ സ്ഥാപിച്ചതാണ് ഈ തിരുനാൾ. അതിനു മുൻപ് മേരിദാസരുടെ സഭയ്ക്ക് ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി നൽകിയിരുന്നു. സെപ്റ്റംബർ 8 മാതാവിന്റെ ജന്മദിനാശംസകൾ എല്ലാവർക്കും ഞാൻ നേരുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ എല്ലാവരും 8 നോമ്പ് ആചരിക്കുന്നു. ക്രിസ്തുമസ് ആനന്ദത്തിന്റെ തിരുനാളാണെങ്കിൽ മേരിമസ് സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും തിരുനാളാണ്.
എല്ലാ ടീച്ചർമാരും PCC മെമ്പർമാരും മാതാവിനെ വന്ദനമായിട്ട് നമ്മുടെ രണ്ട് കാര്യങ്ങളിൽ സമർപ്പിക്കാനായിട്ട് അടുത്തായിട്ട് നമ്മുടെ കുറച്ച് ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് നീമ ടീച്ചർ, റോസിയ ടീച്ചർ, ടീച്ചർ ടീച്ചർ, അനു ടീച്ചർ, അതുപോലെ അമൽ സാർ, ഇവരെ കൂടുതൽ ചെയ്യാനായിട്ട് നമ്മുടെ സീനാമരിയ കൂടിയുണ്ട്. ഇവരെ കൂടുതൽ ചെയ്യാനായിട്ട് നമ്മുടെ പഴയ നമ്മുടെ ഡിഗ്രി ടീച്ചറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് ചെയ്യാം. അടുത്ത നമ്മുടെ ജോസഫിൻ ടീച്ചറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇത് നമ്മുടെ ജിഷ ടീച്ചറെ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തായിട്ട് അനു ടീച്ചറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അടുത്തായിട്ട് ശ്രീനാമരിയെ ആദരവോടെ ക്ഷണിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. നല്ല രസമായിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാനിത് ആലോചിച്ചു. ഞാനിരുന്നപ്പോൾ എൻ്റെ ബുദ്ധി തോന്നാൻ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ മിസ്സർമാർക്ക് വികാരിച്ചത് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാര്യം വളരെ സന്തോഷമായി. മാറ്റി നന്നായിരുന്നു. ഒപ്പം തന്നെ മാതാവിൻ്റെ തിരുനാളും നമ്മളിവിടെ ആഘോഷിച്ചു നന്നായിരുന്നു. അപ്പോൾ ആ നല്ലൊരു രീതിയിലാണ് അച്ഛൻ നമുക്കൊരു സ്പോൺസർ തന്നിട്ടുണ്ട്. എല്ലാവർക്കും അടുത്ത ആഴ്ച ഐസ്ക്രീം മേടിച്ചു തരാണ്. ഇഷ്ടമാണോ? വേണോ? വേണ്ടല്ല? വേണം. അപ്പോൾ അച്ഛൻ അടുത്ത ആഴ്ച നമുക്ക് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാറ്റേഴ്സിന് അധ്യാപകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നല്ലൊരു ലെവലിൽ ഒരു കാര്യങ്ങൾ പോയിട്ട് ഇതങ്ങനെ കീപ്പ് ചെയ്യണം. അതാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ലെവലിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച അച്ഛൻ ഐസ്ക്രീം പൈസ തരും, നമുക്കത് മേടിക്കാം. നല്ലൊരു കൈയ്യുടെ ഭക്ഷണം താങ്ക്സ് ആയിട്ട് പാട്ട് എല്ലാവർക്കും നന്നായി പാടി, എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെ പാടിയിട്ടുണ്ട്. മോഹം
ഇന്ന് നടന്ന മത്സരത്തിലെ ഫസ്റ്റ് ഗ്രൂപ്പ് 3, സെക്കൻഡ് ഗ്രൂപ്പ് 4. നീ ഒരു ആലോചന പുറത്താ പോട്ടെ. പോയി വൈ വീണ് വൈ പതുക്കെ വലിക്കാം അങ്ങോട്ട്. പയ്യെ 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 പതുക്കെ പതുക്കെ കേറിക്ക്